നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 2:24. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് വീണ്ടും ഒരിക്കൽ കൂടി അമ്മ മാതാവിനെയും തിരുക്കുമാരനെയും സാക്ഷ്യപ്പെടുത്താൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദിയും സ്നേഹവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ പേര് ജയ്മോൾ സുമിത്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമൂല സെൻറ്റ് മദർ തെരേസ ചർച്ച് ഇടവാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സുമിത് ജോസഫ്. ഞാൻ 2024 ഒക്ടോബറിൽ എനിക്കൊരു വയറുവേദന വരികയും ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ റൈറ്റ് സൈഡ് ഓവറിയിൽ 2.4 സെൻറ്റിമീറ്ററിൽ ഒരു സിസ്റ്റ് ഡയഗ്നോസ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒബ്സർവേഷൻ വെക്കാം, ഫോളോ അപ്പ് ചെയ്യാം, നെക്സ്റ്റ് മന്ത് വീണ്ടും വന്ന് സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞു. നെക്സ്റ്റ് മന്ത് നവംബറിൽ ഞങ്ങൾ സ്കാൻ ചെയ്തു. അന്നേരം അതിൻ്റെ സൈസിനൊന്നും വ്യത്യാസമൊന്നും വന്നില്ലായിരുന്നു, സെയിം സൈസ് തന്നെയായിരുന്നു. അതിനുശേഷം ഡിസംബറിൽ ഞങ്ങൾ പോയില്ല. ജാനുവരിയിൽ എനിക്ക് അസഹ്യമായി പെയിനും ബ്ലീഡിങ്ങും ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടർ സ്കാൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ സ്കാൻ ചെയ്തില്ല. ഡോക്ടർ ഒരു ബ്ലഡ് ടെസ്റ്റിന് കുറിക്കുകയാണ് ചെയ്തത്. എന്താണ് ടെസ്റ്റ് എന്നൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് കൊടുത്തു. തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ എന്ത് കണ്ടാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയണത് അത് CA-125 ആയിരുന്നു, ക്യാൻസർ ആൻറ്റിജൻ ടെസ്റ്റ്. ഞാനപ്പോൾ അച്ചായനോട് പറഞ്ഞു, അച്ചായ എന്താണ് ഈ ടെസ്റ്റ് എനിക്ക് ചെയ്യുന്നത്? അപ്പോൾ അച്ചായൻ പറഞ്ഞു അവരൊരു ചെറിയ സംശയത്തിനായിരിക്കും, അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഈവനിങ്ങിൽ അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ 379.3 ഉണ്ടായിരുന്നു അതിൻ്റെ വാല്യൂ. അതായത് 35 വരേണ്ട, ബിലോ 35 വരേണ്ട സ്ഥാനത്ത് 379.3 ആയിരുന്നു വാല്യൂ. അങ്ങനെ ഞങ്ങൾ റിപ്പോർട്ടുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എത്രയും പെട്ടെന്ന് MRI സ്കാനിങ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നൊരു MRI ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായി. കാരണം എനിക്കറിയാം MRI സ്കാനിങ് എന്ന് പറയുമ്പം ഒരു AC മുറിയിലാണത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ഫാനിൻ്റെ കാറ്റ് പോലും സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇത് MRI വേണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്ലിയറായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ MRI ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ സ്കാനിങ്ങിന് പോയി. നിരന്തരമായി ജപമാലയും വൃത്തിശീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടിരുന്നു. സ്കാനിങ് റൂമിൽ കയറിയപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല, തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. അപ്പം ഞാൻ അതിന് മുമ്പേ പ്രാർത്ഥിച്ചു, അമ്മയുടെ നീലങ്കി കൊണ്ട് ഈ തണുപ്പിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു AC ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് ആദ്യത്തെ സ്കാനിങ്ങിലൊന്നും ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ ഒരു ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് സ്കാനിങ് വീണ്ടും ചെയ്യണമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡിൻ്റെ പെർമിഷൻ വേണമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് AC റൂമിൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പെർമിഷൻ കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അച്ചായനോട് ചോദിച്ചു, അച്ചായ റൂമിൽ AC ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ നല്ല തണുപ്പായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മയുടെ നീലങ്കി കൊണ്ട് എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചതാണ്. എനിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. ഞാൻ ഈ അമ്മയുടെ കാശുരൂപവും ജവമാലയിൽ കോർത്ത് എൻ്റെ കയ്യിൽ ആരും കാണാതെ മുറുക്ക പിടിച്ചിരുന്നു. അതിനുശേഷം ഈ റിപ്പോർട്ട് വന്നു കഴിയുമ്പം ഞങ്ങൾ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരു ക്യാൻസറിന് സാധ്യതയുണ്ട്. ഒറാഡ്സ് 3 സ്റ്റേജാണ്, അതായത് ബോർഡർ ലൈനിലാണ്. അത് ക്യാൻസറിന് ചാൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. ലാപ്രോസ്കോപ്പി പറഞ്ഞു. അതിന് കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു ലാപ്രോസ്കോപ്പിയിൽ ചിലപ്പോൾ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല, അത് ഓപ്പൺ ചിലപ്പം ചെയ്യേണ്ടി വരും, എന്നിട്ട് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങ് വല്ലാതെ ഷോക്കിംഗ് ആയിപ്പോയി, വിഷമിച്ചു. ഞങ്ങളപ്പം വിചാരിച്ചു കൃപാസനം ഉണ്ടല്ലോ, ഞാൻ 2018 മുതൽ കൃപാസന ഉടമ്പടിയിലാണ്, ഇപ്പോൾ സിൽവർ ഉടമ്പടിയുടെ നിറവിലാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മയുണ്ടല്ലോ, കൃപാസനം ഉണ്ടല്ലോ, അപ്പോൾ ഒരു ധൈര്യമായി. അതിനുശേഷം ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തു, എഴുതി, അത് കൊടുത്തു, ECG എടുത്തു, എക്സ്റേ എടുത്തു, ഓപ്പറേഷൻ ഉള്ളതാണ് ഇതെല്ലാം. അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോന്ന ശേഷം ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഇത് വേറൊരു ഒപ്പീനിയനോടെ എടുക്കണം. അപ്പം ഞങ്ങളുടെ ഇടവകയിലുള്ള വികാരി അച്ഛനെ ഞങ്ങൾ നല്ല കോൺടാക്റ്റിലാണ്. അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു ഈ കാര്യം. അച്ഛൻ പറഞ്ഞു റിപ്പോർട്ട് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ RCCയിലെ ഡോക്ടറെയൊക്കെ കാണിച്ചപ്പോൾ അവരും പറഞ്ഞു
ഇത് ബയോപ്സി ചെയ്തെങ്കിലേ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വരാമെന്ന് തീരുമാനമെടുത്തു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അവളോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഗൂഗിൾ മീറ്റ് വഴി ഉടമ്പടി എടുത്ത് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങി. അങ്ങനെ അവരെല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ 2 മണിക്ക് ജപമാല ചൊല്ലുകയും 2:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു, ജോസഫച്ചനെ കാണാമെന്ന പ്രതീക്ഷയിൽ വന്നു. അങ്ങനെ എനിക്ക് ഉടമ്പടി പുതുക്കണമായിരുന്നു. ഹസ്ബൻഡ് പുതിയ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ഒരു കാര്യം, ഞാൻ ഉടമ്പടിയിൽ എൻ്റെ നിയോഗം വെച്ചില്ല കേട്ടോ. ഞാൻ ഒരു നിയോഗം വെച്ചില്ല. കാരണം ഞാൻ എന്നേക്കാളും വിഷമിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത് അങ്ങനെ വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ജോസഫച്ചൻ്റെ ധ്യാനത്തിലൂടെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സിൽവർ ഉടമ്പടിയിൽ ഇരിക്കുന്നവർ അവരുടെ നിയോഗങ്ങളല്ല വെക്കേണ്ടത്, മറ്റുള്ളവരുടെ നിയോഗങ്ങളാണ് വെക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുറത്തിറങ്ങിയപ്പോൾ അച്ഛനെ കാണാനുള്ള ടോക്കൺ എല്ലാം കൊടുത്ത് തീർന്നു. അച്ഛനിവിടെ ലാസ്റ്റ് ആളുകളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിന്നിങ്ങനെ വിഷമിച്ചപ്പം ഒരു ബ്രദർ എന്നോട് ചോദിച്ചു, എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാനേജറുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോവുകയും എനിക്ക് പെട്ടെന്ന് ടോക്കൺ തരികയും വേഗം അച്ഛനെ പോയി കണ്ടോളാൻ പറഞ്ഞു. അച്ഛനങ്ങനെ മടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ അച്ഛൻ വന്നു, പ്രാർത്ഥിക്കാനൊക്കെ വന്നു. എൻ്റെ നിയോഗം എടുത്ത് ഒവേറിയൻ സിസ്റ്റം എന്ന് മാത്രമേ ആ ടോക്കണിൽ എഴുതിയിരുന്നുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുപോയി തന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് ക്യാൻസറിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മ മാതാവ് എന്നെ നോക്കി ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ അത്രയും നേരം എനിക്കുണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം പരിശുദ്ധ അമ്മ അങ്ങ് എടുത്തു മാറ്റി. എനിക്ക് പിന്നെ വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ വീണ്ടും ഇതുകൊണ്ട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു വെഞ്ചരിച്ച കാശുരൂപം തന്നു. സൈത്തൻ്റെ കയ്യിൽ പൂശി വയറിൽ പുരട്ടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. ഒരു സാറ്റർഡേ ആണ് ഇവിടെ വരുന്നത്, ജാനുവരി 25 സാറ്റർഡേ ആണ് ഞങ്ങളിവിടെ വരുന്നത്. ഞങ്ങൾ മൺഡേ ഹോസ്പിറ്റലിൽ പോയി, ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി, അമ്മ മാതാവായിരിക്കണം ഡോക്ടറുടെ സ്ഥാനത്തിരിക്കണത് എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ റിപ്പോർട്ടെല്ലാം കണ്ട് ഡോക്ടർ പറഞ്ഞു ഞാനൊന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ. ഡോക്ടർ തന്നെ സ്കാൻ ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു സിസ്റ്റ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, പിന്നെ ഫോളിക്കിൾ ആണ് കാണുന്നത്. ഇപ്പോൾ ഓപ്പറേഷനൊന്നും വേണ്ട, പേടിക്കാനൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്ത മാസം വന്ന് ഇത് ഒന്നുകൂടെ സ്കാനും ബ്ലഡ് ടെസ്റ്റും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് മന്ത് ഫെബ്രുവരിയിൽ 2025 ഫെബ്രുവരിയിൽ ഞങ്ങൾ ഒന്നുകൂടെ ചെന്ന് സ്കാനും ചെയ്തു, ബ്ലഡ് ടെസ്റ്റും ചെയ്തു. ആ ബ്ലഡ് ടെസ്റ്റിന് 379.3 ആയിരുന്നു എൻ്റെ ബ്ലഡ് ടെസ്റ്റ് വാല്യൂ, 44.6 ആയി ചുരുങ്ങി. അതുപോലെ തന്നെ സിസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ സിസ്റ്റ് മാത്രമേ ഉള്ളൂ, ഇനി ആ സിസ്റ്റ് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇത്ര വലിയൊരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും മാതാവിനും 1000 നന്ദി. അതുപോലെ തന്നെ ഈ ഉടമ്പടിയിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ ഹസ്ബൻഡ് ഒന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളത്. എൻ്റെ കൂടെ കാരുണ്യപ്രവൃത്തി ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനത്തിനും എല്ലാത്തിനും വരും, പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ അച്ഛന് ഉടമ്പടി എടുക്കാമെന്നൊരു തീരുമാനം എടുത്തു. അതും വലിയ മാതാവിൻ്റെ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. അടുത്തത് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, ഹസ്ബൻഡിന് 25 വർഷമായിട്ട് നടുവേദനയായിരുന്നു. ആൾക്ക് നടുവേദന വന്നു കഴിഞ്ഞാൽ കാലിന് ബലക്കുറവ് വരും, വണ്ടി ഓടിക്കാൻ മേലാതെ വരും, കാലിനും കൈക്കും ഒക്കെ ബലക്കുറവ് വരും. അങ്ങനെ ഒരു ഡയമോക്സ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിക്കും. അത് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ടുള്ളതാണ്, ബയോപ്സി വരെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ആർക്കും ഇതുവരെ ഒന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് അവർ പറയണത്. പക്ഷേ ഇങ്ങനൊരു നടുവേദന വരുമായിരുന്നു. അത് ഞങ്ങൾ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. എന്നും തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 25 വർഷം ആയിട്ടുണ്ടായിരുന്ന ആ നടുവേദന മാറിക്കിട്ടി. ഇങ്ങനെ വലിയ എന്തെങ്കിലും സ്ട്രെയിൻ എടുത്താൽ മാത്രമേ എന്തെങ്കിലും വേദന വരുവുള്ളൂ. അങ്ങനെ പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ സമയത്ത് ഈ വയ്യാണ്ടായിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഭവനം മാറണം, അതായത് ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത് എങ്കിലും ഞങ്ങൾക്ക് ഇച്ചിരൂടെ പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയൊരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ഭവനം നെറ്റ് വഴി കാണുകയും അതിന് കാണാൻ പോകുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ഗ്രീൻ കളറിൽ ഉള്ള പെയിൻറ്റും ബ്ലൂ കളറുള്ള പെയിൻറ്റും ആഷ് കളറും ഒക്കെ ഉള്ള പെയിൻറ്റുള്ള ഒരു ഭവനം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ അമ്മയുടെ വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങളത് കരുതുന്നു.
അങ്ങനെ നാലാമത്തെ എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ അമ്മ 2020 പെട്ടെന്ന് തന്നെ അബ്നോർമലായിട്ട് സംസാരിക്കുക, ഓർമ്മക്കുറവ് വരിക, ഓടി നടക്കുക, അങ്ങനെയൊക്കെ കാണിച്ചു. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ കൂടിപ്പോയി, അറിഞ്ഞില്ല. അത് വാസ്കുലാർ ഡയമെൻഷ്യ എന്ന ഒരു അസുഖമായിരുന്നെന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ തൊട്ട് മുമ്പ് ഇപ്പം അമ്മ എൻ്റെ കൂടെ അല്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടാണ് പോയത് അമ്മയുടെ അടുത്ത്. അമ്മ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം അവിടുന്ന് ഡോക്ടർ കോലഞ്ചേരി മെഡിക്കൽ മിഷനിലേക്ക് റെഫർ ചെയ്തു. അവിടെ വെച്ച് അമ്മ ഒരു ദിവസം ഭയങ്കരമായിട്ട് വയലൻ്റായി. അപ്പോൾ ഞാനിങ്ങനെ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജപമാല ചൊല്ലിയും കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോൾ തന്നെ അമ്മ കുറേ എല്ലാം ഒരുവിധം തന്നെ നോർമലായി. അങ്ങനെ അവിടുന്ന് പിന്നെ അവരവിടുന്ന് അങ്ങനെ രാത്രിയിൽ അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോഴൊക്കെ അമ്മ ഒരു കുഴപ്പമില്ല, അമ്മ നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പഴയ പോലെ പറയുന്നൊന്നുമില്ല, എല്ലാം നോർമലായി. അങ്ങനെ ഒരാഴ്ച മെഡിക്കൽ കോളേജിൽ കിടന്ന് അമ്മ പൂർണ്ണമായി സൗഖ്യപ്പെടുകയും ചെയ്തു. അതാണ് എൻ്റെ നാലാമത്തെ സാക്ഷ്യം. അതുപോലെ തന്നെ ഞാൻ 2016 ഞാൻ കൃപാസനത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ നെറ്റിലിങ്ങനെ സെർച്ച് ചെയ്തപ്പം ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എന്ന് കണ്ടിരുന്നു. അപ്പോൾ അന്നൊന്ന് വിവാഹം 2018 വിവാഹം. അപ്പം വിവാഹം നടന്നിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അനുയോജ്യമായ ഒരാളെ ജീവിത പങ്കാളിയെ ലഭിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ഈ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എഴുതിയെടുത്തു. അത്രേ എനിക്ക് അറിയത്തുള്ളൂ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം എനിക്ക് ഒരു മാട്രിമോണി വഴി ഒരു ആദ്യത്തെ ആലോചന വന്നതാണ് ഹസ്ബൻഡിൻ്റെ. അത് ആലപ്പുഴയിൽ നിന്ന് തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ഒരാളെ തിരഞ്ഞെടുത്തു. എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ എല്ലാ വിഷമങ്ങളിലും എൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്ന, ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് അനുഗ്രഹിച്ചു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ ജന്മം മുഴുവൻ നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഇത്രയാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ. എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങും. ഞാൻ വരാറില്ല, ഹസ്ബൻഡ് വന്ന് 2 കെട്ട് പത്രം വീതം വാങ്ങും. പിന്നെ അത് പള്ളികളിലും ജനറൽ ഹോസ്പിറ്റലിലും അടുത്തുള്ളവർക്കുമൊക്കെ ആയിട്ട് കൊടുക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം തൈലവും ഉപ്പും ഒക്കെ വെച്ച് ഞാൻ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ കാശ് രൂപമൊക്കെ വാങ്ങിക്കൊടുക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് ഒരു ക്യാൻസർ കെയർ സെൻ്ററുണ്ട്. ലൂർദ് മാതാ ക്യാൻസർ കെയർ സെൻ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ഭക്ഷണവും താമസവും കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടേക്ക് ഞങ്ങൾ എല്ലാ മാസവും കുറേ സാധനങ്ങൾ വാങ്ങി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ മുമ്പിൽ ആര് കൈ നീട്ടുന്നോ അവർക്കെല്ലാം ഞങ്ങൾ പൈസ കൊടുത്ത് ഞങ്ങൾക്ക് പറ്റുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. ഈ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ്. പിന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്കൊന്നുകൂടെ പറയാനുണ്ട്. എനിക്ക് വിശുദ്ധ കുർബാന ആധ്യാത്മിക ജീവിതത്തിലൊരു മാറ്റമാണ്. വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം. ആദ്യമൊന്നും സൺഡേ പോലും എങ്ങനെയെങ്കിലും പോകാതിരിക്കാമെങ്കിൽ അങ്ങനെ നോക്കുക എന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഉടമ്പടി എടുത്ത ആദ്യ കാലഘട്ടങ്ങളിലും അങ്ങനെയായിരുന്നു. പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും നമ്മോട് കൂടെ ആയിരിക്കാൻ വേണ്ടി ഈശോ നമ്മളുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു നടന്ന ഒരു ഉത്തമമായ ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വരികയും ചെയ്തു. അതുപോലെ തന്നെ ഈ കൃപാസനത്തിൽ ഈ ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു ക്രിസ്തുവിൻ്റെ അനുയായി എങ്ങനെ നിത്യത പ്രാപിക്കാനായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സായിട്ടാണ് എനിക്ക് പലപ്പോഴും ഈ മരിയൻ ഉടമ്പടി തോന്നാറുള്ളത്. നമ്മുടെ നിയോഗങ്ങളിൽ ലക്ഷ്യം വയ്ക്കാതെ നമ്മൾ നിത്യതയിൽ എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഈ മരിയൻ ഉടമ്പടി നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഈ ഉടമ്പടി കുറച്ചെടുത്ത് കഴിയുമ്പം പുതുക്കി കഴിയുമ്പോൾ ഇനി എന്തിനാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ആരും അത് ഡ്രോപ്പ് ചെയ്യരുത്. കാരണം എനിക്ക് പറയാനുള്ളത്, ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു പ്രത്യേക ഒരു അവസരം ഇത്രയും വർഷങ്ങൾ കൊണ്ടുപോയി ഇനി ഇത് നിർത്തിയാലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് ഇത്രയും വലിയൊരു അവസ്ഥ വന്നത്. അന്നേരം ആശ്രയിക്കാനും ഓടി വരുവാനും ഈ ഉടമ്പടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും വലിയ അനുഗ്രഹം തന്ന എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-28 തിരുവചനം അരുളി ചെയ്യുന്നു: കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സ്രഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്.
തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ജെയ്മോൾ സുമിത്ത് തൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് വന്ന് തനിക്ക് കൃപാസനത്തിൽ നിന്ന് മാത്രം ലഭിച്ച കൃപകളായി തൻ്റെ ജീവിതം ഇന്നിവിടെ ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാൻ തനിക്ക് സാധിച്ചത് തന്നെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ കൃപയും അനുഗ്രഹവുമാണെന്ന് നമ്മോട് പങ്കുവയ്ക്കുകയാണ്. തൻ്റെ ഒവേറിയൻ സിസ്റ്റ് അതിനെക്കുറിച്ച് അത് എങ്ങനെയാണ് തനിക്ക് ഒരു ബോർഡർ ലൈനായിരുന്നു, അതിൻ്റെ വാല്യൂ ഒക്കെ എത്രമാത്രമായിരുന്നു, അത് പിന്നീട് ഇന്ന് എത്രയായിട്ട് ചുരുങ്ങി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തൻ്റെ ഹസ്ബൻഡിനുണ്ടായിരുന്ന 25 ഇയേഴ്സായ ബാക്ക് പെയിൻ, അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം, പിന്നീട് തൻ്റെ വിവാഹം തന്നെ അതിന് എങ്ങനെയാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെ ഒരു നിമിത്തമായത്. അതായത് അങ്ങനെ തനിക്ക് ആലപ്പുഴയിൽ നിന്ന് തന്നെ ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഒരു ജീവിത പങ്കാളിയെ തന്നെ ലഭിച്ചു എന്നും എല്ലാറ്റിനും താൻ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തീർച്ചയായും തളർന്നവന് ബലം നൽകുന്ന, ദുർബലന് ശക്തി പകരുന്ന തിരുവചനമാണ് നാം കേട്ടത്. അതുപോലെ ജീവിതത്തിൽ ആരും ആശ്രയമില്ലാതിരിക്കുമ്പോഴും നമ്മെ നോക്കിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഈശോയോട് എത്രമാത്രമാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്ക് കൂടുതൽ അടുക്കുവാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം, കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ വഴിയായിട്ട് ഓരോ മക്കളും ദൈവത്തെ കൂടുതൽ അറിയുകയും സ്നേഹിക്കുകയും സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുകയുമാണ് ഉടമ്പടിയിലൂടെ ഉരുവാകുന്നത്. ഒരു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന അനുഭവമായിട്ട് മാറുന്ന ഒരു സമൂഹം രൂപപ്പെടുന്നു. അതിലൂടെ വ്യക്തികൾ കൂടുതൽ ശക്തീകരിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഈശോയെ കൂടുതൽ അറിയുവാനായിട്ട് നമുക്കും കഴിയട്ടെ. നമുക്ക് ഈശോയെ സ്നേഹിക്കാം, കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.